വെൽക്കം ബാക്ക് ടു നിതീസ് വേൾഡ്. ഇന്ന് നമ്മൾ പശ്ചിമഘട്ടത്തിൻ്റെ മനോഹാരിത കവർന്നെടുത്തിട്ടുള്ള ഒരു സായാഹ്നത്തിലൂടെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പം കോഴിക്കോടുള്ളവർക്ക് ഇതൊരു മസ്റ്റ് സീ ഡെസ്റ്റിനേഷനാണ് കേട്ടോ. കേരളത്തിലുടനീളം ഉള്ളവർക്കും പുറത്തുനിന്ന് വരുന്നവർക്കും ഈ ഒരു ഡെസ്റ്റിനേഷൻ വളരെ ബ്യൂട്ടിഫുൾ തന്നെയാണ്. അതായത് നമ്മളുടെ ഈ ഒരു റൂട്ടിൽ നമുക്ക് ഒരു പ്ലേസ് മാത്രമല്ല കീ ഫോക്കസ് ഉള്ളത്. നമുക്ക് അറ്റ് എ സ്ട്രെച്ച് നമുക്ക് 3-4 ഡെസ്റ്റിനേഷൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതും അത്രയും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അത്രയും കണക്റ്റഡ് ടു നേച്ചർ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസാണ്. അപ്പം ഈ ഒരു ഡെസ്റ്റിനേഷൻസിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സീ ലെവലിൽ നിന്ന് നമ്മൾ ഹൈറ്റ്സിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വയനാട് പോലെ ഒരു ചുരം കയറേണ്ട ഒരു അത്രയും നമുക്ക് ദൂരം യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് ഒരു നല്ലൊരു ഹിൽ സ്റ്റേഷനിലേക്ക് നമുക്ക് എത്താനും പറ്റും. അങ്ങനെ ഒരു ജേണിയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. നമ്മുടെ കേരളത്തിൻ്റെ റോഡിൻ്റെ ചില പ്രശ്നങ്ങൾ കാരണം ചെറിയ ചെറിയ യാത്രാ ബുദ്ധിമുട്ടുകൾ എന്ന് പറയാനില്ല. റോഡിൽ ചെറിയ കുണ്ടും കുഴിയും ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മളൊരു 8 months ബാക്ക് പോയപ്പോഴും ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. ഞാനത് കവർ ചെയ്തിട്ടില്ല, ബിക്കോസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ ജർക്കിങ്ങും ഷേക്കിങ്ങും ഒക്കെ ക്യാമറയിൽ വരുമ്പോൾ. പക്ഷേ റിമൈനിങ് എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള ജേണിയാണ്. നമ്മൾ പോകുന്നത് ഹോൾ ഫാമിലി ആയിട്ടാണ്. ചേച്ചിയുണ്ട്, ചേച്ചിയുടെ കുട്ടികളുണ്ട്, ഹസ്ബൻഡുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, എല്ലാവരും കൂടി. ഈ ഒരു ഡെസ്റ്റിനേഷൻ്റെ പ്രത്യേകത എല്ലാ ഏജ് ഗ്രൂപ്പിനും ഇത് ഇഷ്ടമാവും. കാരണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീനറി ഇഷ്ടമല്ലാത്ത, അതുപോലെ തന്നെ വാട്ടർഫോൾസ് ഇഷ്ടമല്ലാത്ത, നല്ല മഞ്ഞ് ഇഷ്ടമല്ലാത്ത ആളുകളുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അത്രയും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസാണ്. അതുപോലെ തന്നെ ഒട്ടും റഷ് ഇല്ലാത്ത ഒരു പ്ലേസാണ്. നമ്മൾ റോഡുകളൊക്കെ കണ്ടില്ലേ, എന്ത് ബ്യൂട്ടിഫുള്ളാണ്. തിരക്കുകളില്ല. സിറ്റീൻ്റെ എല്ലാ ഹറിബറിയിൽ നിന്നും നമ്മൾ മാറി കുറച്ച് നല്ല പീസ്ഫുള്ളി ഒന്ന് എൻജോയ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് വരാൻ പറ്റിയ ഒരു നല്ല പ്ലേസാണ്. നമ്മളിപ്പം ഹിൽ സ്റ്റേഷനിലെത്തി. ഇതാണ് കക്കയം ഡാമിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ നിന്ന് നമ്മൾ ഓൺലൈനാണ് ബുക്കിംഗ് വരുന്നത്. ബുക്കിംഗ് ഇൻ ദ സെൻസ് നമ്മളിവിടെ വന്ന് അവർ തന്നെ നമുക്ക് ഓൺലൈനിൽ ഹൈഡൽ ടൂറിസത്തിൻ്റെ ഒരു എൻട്രി പാസ് തരികയാണ് ചെയ്യുക. വളരെ മിനിമൽ എമൗണ്ടാണ്. നമ്മൾ ഇത്രയും പേർക്ക് 200 റുപ്പീസേ ആയിട്ടുള്ളൂ. അത് തന്നെ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റും. നമ്മളിവിടുന്ന് നോക്കുമ്പോൾ തന്നെ നല്ല മനോഹരമായിട്ടുള്ള മഞ്ഞുകട്ടകൾ, ഹിമകണങ്ങളാണ് നമ്മൾ ദൂരെ കാണുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പാർക്കുണ്ട്. ഇതിപ്പോഴും ഒരു അൺഎക്സ്പ്ലോർഡ് അല്ലെങ്കിൽ അധികം ആളുകളുടെ റഷ് ഇല്ലാത്ത ഒരു ഏരിയ ആണ്. കുട്ടികൾക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനും, നമ്മൾ സാധാരണ പോയി വാട്ടർ തീം പാർക്കിലൊക്കെ ക്യൂ നിന്ന് പിള്ളേർ വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും എത്രയോ കണക്റ്റഡാണ് നേച്ചറുമായിട്ടിത്. ഇതിൽ കുറേ ദൂരം നടന്നാൽ ഈ വഴികളിലൂടെ പോയാൽ നമുക്ക് ഡാം എത്താൻ പറ്റും. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല, നമ്മൾ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പം അപ്പോഴേക്കത് ക്ലോസ് ആയിട്ടുണ്ട്. കുറ്റ്യാടിപ്പുഴയിലാണ് കേട്ടോ ഈ ഡാം. കുറ്റ്യാടിപ്പുഴയുടെ പനനിരകൾക്കിടയിൽ വെള്ളം തങ്ങി നിർത്തിയിട്ടുള്ള ഒരു ഡാമാണിത്. 1970s ഇത് ഉണ്ടാക്കുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റുമാണ് അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് റിസർവോയറാണ്. റിസർവോയറിൽ തന്നെ നമുക്ക് ബോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ ആ ഒരു ടൈം ആയപ്പോഴേക്കും ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ മാത്രമുള്ള ഒരു ധൈര്യമുള്ള ആരും ഇല്ല. അതുകൊണ്ട് നമ്മളതിൽ കയറിയിട്ടുമില്ല. പക്ഷെ നല്ലതാണ് കേട്ടോ. ആളുകളൊക്കെ കയറുന്നത് നമ്മൾ മുന്നേ വന്നപ്പം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഭയങ്കര നല്ല പീസ് കാം ആയിട്ടുള്ള ആംബിയൻസ് ആണ്. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരുപാട് ഊഞ്ഞാലുകളും നമ്മൾ വലിയ ആളുകൾക്ക് വരെ അതിലാളാം. ഇത് ഒരു ഹെവൻലി ടച്ചാണ് ശരിക്കും അവിടെ ഉള്ളത്. ഇങ്ങനെ നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൽ നമുക്ക് കുട്ടികൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പറ്റും. കാരണം വിൻഡിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്ന അങ്ങനത്തെ കുറേ മൈന്യൂട്ടായിട്ടുള്ള, പക്ഷെ കുട്ടികൾ കണ്ട് അറിഞ്ഞിരിക്കേണ്ട, ഫീൽ ചെയ്ത് ഒബ്സർവ് ചെയ്യേണ്ടുന്ന കുറേ കാര്യങ്ങൾ നമുക്കതിലേക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ കുട്ടികളെയും കൊണ്ട് വരുന്ന സമയത്ത് നമുക്കെപ്പോഴും റഷില്ലാതെ സമാധാനമായിട്ട് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുമ്പോൾ നമുക്കൊന്ന് പിടിക്കാൻ പറ്റുന്ന, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഡെസ്റ്റിനേഷനാണ് എപ്പോഴും നല്ലത്. അതുപോലൊരു ഡെസ്റ്റിനേഷനാണിത്. അതുപോലെ തന്നെ നമ്മൾ ചേച്ചിയും പിള്ളേരും നമ്മളെല്ലാവരും കൂടിയാണ് വന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇവിടെ ആടാം. നമുക്ക് വലിയ ആളുകൾക്കാണെങ്കിലും ഇവിടെ നമുക്ക് ഊഞ്ഞാലാടാനും, മരത്തിൽ കണക്ട് ചെയ്ത് കെട്ടിയ ഊഞ്ഞാലുണ്ട്, അല്ലാത്തതുണ്ട്. എല്ലാവർക്കും എൻജോയ് ചെയ്യാവുന്ന രീതിയിലാണ് അവരത്രയും നന്നായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അത് പറയാതിരിക്കാൻ വയ്യ. അത് വെൽ അപ്രീഷിയേറ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. കുറേ സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടുന്ന് ഇറങ്ങുന്നത്. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് കാണാനും, അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വാക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ലേറ്റ് ആയിപ്പോയി. പിന്നെ കുട്ടികൾ ഒരുപാട് ദൂരം നടക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് അവരെയും എടുത്തിട്ട് നടക്കുക എന്ന് പറയുമ്പം കുറച്ച് ടാസ്ക് ആയതുകൊണ്ടും ആ ഒരു ടൈം കഴിഞ്ഞതുകൊണ്ടും പിന്നെ നമ്മൾ അതിന് വല്ലാണ്ട് ട്രൈ ചെയ്തിട്ടുമില്ല.
പിന്നെ ഇവരെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല കാറ്റും നല്ല തണുപ്പുമാണ്. നമ്മളൊരു ഊട്ടിയിൽ വന്ന ഫീലാണ്. പക്ഷേ ഒരു തിരക്കോ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. മൈൻഡ് ഭയങ്കര റിലാക്സ്ഡാണ്. നമ്മളിവിടെ ഒരു ഊഞ്ഞാലാടുന്നുണ്ട്. നമ്മൾ ആ ഒരു റിസർവോയറിലേക്ക് നമ്മളങ്ങോട്ട് ഫ്ലോ ചെയ്ത് പോകുന്നൊരു ഫീലാണ് അതിൽ ആ ഊഞ്ഞാലിലൂടെ നമ്മൾ പോയി തിരിച്ച് വരുമ്പോൾ ഉള്ളത്. ഒരു മസ്റ്റ് സീ ഡെസ്റ്റിനേഷനാണ്. കോഴിക്കോടുള്ള ആരും ഇവിടെ പോകാതിരിക്കരുതെന്ന് എൻ്റെ ഒരു സജഷനാണ്. ബിക്കോസ് ഇത്രയും നല്ലൊരു പ്ലേസ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ട് നമ്മളത് കാണാതിരുന്നാൽ വളരെ മോശമാണ്. പുറത്തു നിന്ന് വരുന്നവർക്കാണെങ്കിലും ഇവിടെയുള്ളവർക്കാണെങ്കിലും വളരെ ബഡ്ജറ്റ്ലി ആയിട്ടുള്ള ഒരു ടൂറാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ്. നമ്മൾ ഒരു സ്നാക്ക് മാത്രമാണ്, ഈവനിങ് ചായ മാത്രമാണ് പുറത്തുനിന്ന് കുടിച്ച്. അത്രയും ബഡ്ജറ്റിലാണ് നമുക്ക് പോയി വരുന്ന ഒരു എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് വൺ ഡേ കൊണ്ട് തന്നെ പോയി വരികയും ചെയ്യാം, നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ എല്ലാ തിരക്കുകളിൽ നിന്നും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് നമ്മൾ കാണാതിരുന്നാൽ അത് വൻ നഷ്ടമായി പോകും. ഇത് പറയുമ്പം നമ്മൾ പോകുന്നത് തന്നെ ഇതിപ്പം വെക്കേഷൻ ടൈമാണ്, ഓണം വെക്കേഷനാണ്. അപ്പം ഞാൻ അറിഞ്ഞിടത്തോളം നമ്മൾ നോക്കിയപ്പം എല്ലായിടത്തും റഷാണ്. പക്ഷേ ഇവിടെ ആണെങ്കിൽ വലിയ റഷ് ഇല്ലാത്ത ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസാണ്. അതുപോലെ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറ്റേ സ്ട്രെച്ചിൽ നമുക്ക് 2-3 സ്ഥലങ്ങളിൽ പോവുകയും ചെയ്യാം. നമുക്ക് വാട്ടർഫാൾസിൽ കുറേ നേരം കുട്ടികൾ കളിച്ചു. പക്ഷേ നമുക്ക് വിചാരിച്ചത്ര അതിൽ മുങ്ങി കുളിക്കാനൊന്നും പറ്റിയില്ല. കാരണം നമ്മൾ എക്സ്ട്രാ ഡ്രസ്സൊന്നും കയ്യിൽ കരുതിയിട്ടില്ല. ഈ സീസണിൽ പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അഡീഷണൽ ഡ്രസ്സൊക്കെ കയ്യിൽ വെച്ചോട്ടോ. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് വരാം. പിന്നെ കരിയാത്തൻപാറ നമ്മൾ പോകുമ്പോഴേക്കും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 o'clock ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തണം. ഒരു 4 o'clockനെങ്കിലും നമ്മൾ ആ ഒരു പ്ലേസസിൽ എത്തിയാലാണ് നമുക്കൊരു കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുക. തോണിക്കടവും അതുപോലെ തന്നെയായിരുന്നു. നമ്മൾ എത്തുമ്പോഴേക്കും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇവിടം വിട്ട് നമ്മൾ പോകുന്നേ ഇല്ലായിരുന്നു. ഇവിടെ അത്രയും ഒരു മാഗ്നറ്റിക് എനർജി ഉള്ളതുപോലെ നമ്മളവിടെ അങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് ഒരു കോറായിട്ട് നമ്മളവിടെ എന്താ പറയുക, ഒരു ആകർഷണം, അവിടെ നിന്ന് വിട്ടുപോരാൻ തോന്നുന്നേ ഇല്ലായിരുന്നു. അത്രയും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസാണ്. നമുക്ക് അത്രയും റിലാക്സ്ഡ് ആയിട്ടുള്ള പോയറ്റിക് ആയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോകണം, വിസിറ്റ് ചെയ്യണം, എൻജോയ് ചെയ്യണം. നിങ്ങളെ കമൻസും ഫീഡ്ബാക്സൊക്കെ പറയുക. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കമൻറ്റിൽ ചോദിച്ചാൽ മതി. നമുക്ക് അറിയുന്ന പോലെ നമ്മൾ അതിൽ തന്നെ റിപ്ലൈ തരും. നമ്മൾ റിട്ടേൺ വരികയാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ഇപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങിയല്ലേ. അപ്പോൾ ടേക്ക് കെയർ. അപ്പോൾ നമ്മൾ ഇനി വരുന്ന വീഡിയോസും കാണാൻ